السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ളവരെ, സക്കാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സക്കാത്താണ് ശരീരത്തിന്റെ സക്കാത്ത്. അതാണ് ഫിത്ർ സക്കാത്ത് എന്ന പേരിൽ നമ്മൾ പറയുന്നത്. ബഹുമാനപ്പെട്ട ഇസ്ലാം വലിയ പ്രാധാന്യത്തോടുകൂടെ പഠിപ്പിച്ചിട്ടുള്ള ഒരു സക്കാത്താണത്. ഇമാം അബൂദാവൂദും ഹക്കീം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫിത്ർ സക്കാത്തിന്റെ നിർബന്ധം നമ്മളെ അറിയിച്ചു. തുഹറത്തൻ ലിസ്വാഇമി മിനൽ ലഗ്വി വറഫസ്, നോമ്പുകാരനിൽ നിന്നും സംഭവിക്കുന്ന അരുതായ്മകൾക്കുള്ള ശുദ്ധീകരണവും തുഅമത്തൻ ലിൽ മസാക്കീൻ, പെരുന്നാളിന്റെ ദിവസം സാധുക്കൾക്കുള്ള ഭക്ഷണവും എന്ന നിലക്ക്. അപ്പൊ ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിൽ വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ് എന്നു മാത്രമല്ല, നോമ്പിന് നമുക്ക് സംഭവിക്കുന്ന വക്കീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം, ഫിത്ർ സെഹുവിന്റെ സുജൂദ് കൊണ്ട് നിസ്കാരത്തിലെ ചില പോരായ്മകൾക്ക് പരിഹാരം തേടുന്നത് പോലെ നോമ്പിൽ വരുന്ന ചില ന്യൂനതകളുടെ പരിഹാരത്തിന് വേണ്ടി ഫിത്ർ സക്കാത്തിനെ ഇസ്ലാം വെച്ചിട്ടുണ്ട് എന്ന് നേരത്തെ പറഞ്ഞ ഹദീസാണ് അതിന്റെ അടിസ്ഥാനമായി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഫിത്ർ സക്കാത്ത് എന്നത് ഒരുപാട് ധനമുള്ളവർ മാത്രം കൊടുക്കേണ്ടതായിരിക്കില്ല എന്നതിന്റെ വ്യവസ്ഥ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. ഫിത്ർ സക്കാത്ത് സ്വതന്ത്രരായ ആളുകൾക്കാണ് നിർബന്ധമാവുക. പക്ഷെ അവർ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് അവരുടെ സ്വന്തം ശരീരത്തിനും അവർ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള ഭാര്യ, സന്താനങ്ങൾ, മാതാപിതാക്കൾ ഒക്കെ ആയിട്ടുള്ള ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള എല്ലാ ആളുകൾക്ക് വേണ്ടിയും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള ആള് ചിലപ്പോൾ ആരായിരിക്കും? ഫത്തുൽ കാല ബലു റജഅയ്യത്തൻ, മടക്കിയെടുക്കാവുന്ന തൊലാക്കിലുള്ള ഒരു ഭാര്യ ആയിരിക്കാം അവൾക്കും. അതേപോലെ തന്നെ ഹാമിലൻ ബായിനൻ, അല്ലെങ്കിൽ മടക്കിയെടുക്കാൻ പറ്റാത്ത തൊലാക്കിലാണ് ഉള്ളത്, പക്ഷേ അവര് പൂർണ്ണമായും ബായിനായ തൊലാക്ക് എന്ന് പറഞ്ഞാൽ ഇനി മടക്കിയെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്, അവർ ഗർഭിണിയാണ്. എന്നാൽ അവർക്കും എന്ത് ചെയ്യണം? ഫിത്ർ സക്കാത്ത് കൊടുക്കണം. കാരണം ആ സമയത്ത് ചെലവിന് കൊടുക്കൽ എന്തുണ്ട്? നിർബന്ധമുണ്ട്. അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുക്കണോ കൊടുക്കണ്ടേന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം അവർക്ക് ചെലവ് കൊടുക്കൽ നമുക്ക് നിർബന്ധമാണോ അല്ലേ എന്നതാണ് നോക്കേണ്ടത്. അങ്ങനെ ചെലവ് കൊടുക്കൽ നിർബന്ധമാണെന്നാണ് ഉത്തരമെങ്കിൽ അവരുടെ ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് തന്നെയാണ് ഫുഖഹാ രേഖപ്പെടുത്തിയത്, പിണങ്ങിക്കഴിയുന്ന ഭാര്യക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ട. കാരണം എന്താ? പിണങ്ങിക്കഴിയുന്ന ഭാര്യക്ക് ചെലവിന് കൊടുക്കൽ നിർബന്ധമല്ല, അതുകൊണ്ടാണ് ഫിത്ർ സക്കാത്തും കൊടുക്കണ്ട. അതേപോലെ തന്നെ പിണങ്ങിക്കഴിയുന്നവളല്ല, പക്ഷേ ഭർത്താവിന് നിവൃത്തിയൊന്നുമില്ല, ഒരു ഭാര്യയ്ക്ക് സക്കാത്ത് കൊടുക്കാൻ എന്തില്ല, അയാളത്തെ ഒരു കഴിവുമില്ല, അങ്ങനത്തെ ആൾക്കും സക്കാത്ത് കൊടുക്കേണ്ടതില്ല. എന്നാൽ അങ്ങനത്തെ ഭാര്യ അവൾക്ക് സ്വന്തം മുതലുണ്ടെങ്കിൽ അവളും സക്കാത്ത് കൊടുത്തോളണമെന്നില്ല. കാരണം അവളുടെ ശരീരത്തെയും ചെലവിനും മൊത്തം ആർക്ക് ഏൽപ്പിച്ചു കൊടുത്താ? ഭർത്താവിന് ഏൽപ്പിച്ചു കൊടുത്താണ്. അതുകൊണ്ട് അവളും കൊടുക്കണ്ട. പക്ഷെ കഴിവുള്ള ഭാര്യയാണെങ്കിൽ, ഭർത്താവിന് കഴിവില്ലാത്ത അവസ്ഥയാണെങ്കിലും അവൾ സ്വന്തം ശരീരത്തിന്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് സുന്നത്താണെന്ന് ബഹുമാനപ്പെട്ട ഫുഖഹാ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നുണർത്തുന്നു. ഇനി നിങ്ങൾ നോക്കൂ, എപ്പോഴാണ് ഈ ഫിത്ർ സക്കാത്ത് നിർബന്ധമാവുക? പെരുന്നാൾ രാവിന്റെ സൂര്യാസ്തമയത്തോടുകൂടെ എന്ന് പറഞ്ഞാൽ റമളാനിന്റെ അവസാന സമയവും ശവ്വാലിന്റെ ആദ്യ സമയവും രണ്ടും തമ്മിൽ സംഗമിക്കുന്ന സമയത്താണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാവുക ശാഫിഈ മദ്ഹബ് അനുസരിച്ച്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ആ പറഞ്ഞതിന്റെ അർത്ഥം, ഈ രണ്ടും കൂടെ സംഗമിക്കുന്ന സമയത്ത് ഉള്ള ആളുകൾക്കൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ റമളാനിന്റെ ലാസ്റ്റ് മൂമെന്റ്, ശവ്വാലിന്റെ ആദ്യ സമയവും ഇത് രണ്ടും കൂടെ ഒത്തുകൂടുന്ന സമയത്തുള്ള കുട്ടി, അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ, അവർക്കൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അപ്പൊ റമളാൻ കഴിഞ്ഞ് ശവ്വാലും തുടങ്ങി ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഒരു കുട്ടി മരിച്ചു, അല്ലെങ്കിൽ ഈ ചെലവിന് കൊടുക്കൽ നിർബന്ധമുള്ള ഒരാൾ മരിച്ചു. എന്നാലും അയാളെ ഫിത്ർ സക്കാത്ത് ഒഴിവാവൂല. മരിച്ചില്ല, ഇനിയെന്താ കൊടുക്കണമെന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ? ഈ രണ്ടും തമ്മിൽ സംഗമിക്കുന്ന സമയത്ത് ഇവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു, അതാണ് അതിന്റെ മാനദണ്ഡം. അല്ലെങ്കിൽ സൂര്യാസ്തമയം കഴിഞ്ഞ് ശവ്വാൽ തുടങ്ങിയിട്ട് ഒരു കുട്ടി അപ്പണ് ജനിച്ചു, ആ കുട്ടിക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുമില്ല. എന്തുകൊണ്ട്? രണ്ടും കൂടെ സംഗമിക്കുന്ന സമയത്ത് ഉണ്ടായില്ല എന്നതുകൊണ്ട്. ഇനി സൂര്യാസ്തമയം കഴിഞ്ഞ ഉടനെ ഒരാളാണ് മരിച്ചു, എന്താക്കണം? ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അപ്പൊ അതിന്റെ മാനദണ്ഡം റമളാനിന്റെ അവസാനവും ശവ്വാലിന്റെ ആദ്യവും
രണ്ടും തമ്മിൽ ഒരുമിച്ച് കൂടുന്ന സമയത്തുള്ളവർക്കൊക്കെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. എപ്പോഴാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടി വരിക? തനിക്കും താൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമുള്ള ആളുകൾക്കും പെരുന്നാളിന്റെ പകലും അതിന്റെ രാവും ആ സമയത്തേക്ക് ആവശ്യമായ ഭക്ഷണം, അതേപോലെ വസ്ത്രം, താമസം, സേവനക്കാരെ അടിമകളൊക്കെ വേലക്കാരൊക്കെ വെക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് ആവശ്യമുണ്ടെങ്കിൽ അതും കഴിഞ്ഞ് അവർക്ക് വീട്ടാനുള്ള കടവും കഴിഞ്ഞ് മിച്ചമുണ്ടെങ്കിലാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. പല ആളുകളും സാധാരണ ധനത്തിന്റെ സക്കാത്തിന്റെ വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അത്ര വലിയ കാര്യമാക്കണ്ടല്ലോ, എനിക്ക് മുതലൊന്നും ഇല്ലല്ലോ എന്ന് പറയാറുണ്ട്. എന്നാൽ അങ്ങനത്തെ ആളുകളും പലപ്പോഴും ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഇതാ അവന്റെയും അവൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമുള്ളവരുടെയും പെരുന്നാൾ രാവിനും പകലിനും ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, അതേപോലെ അവരുടെ താമസ സ്ഥലം, കടം എന്നിവ കഴിച്ച് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഒരു മൂല്യം ബാക്കിയുണ്ടെങ്കിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഉദാഹരണമായി നമ്മൾ പറയാ, ഒരാളുടെ വീടിന്റെ അപ്പുറത്ത് ഒരു 5 സെന്റ് സ്ഥലവും കൂടെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ കടവുണ്ട്. ഇവർക്ക് ആ പെരുന്നാൾ രാവിനും പകലിനും ആവശ്യമായിട്ടുള്ള ഭക്ഷണവും അതേപോലെ വസ്ത്രവും ഈ കടവും കഴിച്ച് ഈ 5 സെന്റ് സ്ഥലം അത് വിറ്റാ പിന്നെയും എന്ത് ചെയ്യും? ഫിത്ർ സക്കാത്ത് കൊടുക്കാനുള്ള പൈസ ബാക്കി കിട്ടുന്ന അത്ര മുതലിന് അതുണ്ടെങ്കിൽ അവർക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകാത്ത ആളുകൾ പലപ്പോഴും സമൂഹത്തിൽ വളരെ കുറവായിരിക്കും. അതായത് ഫിത്ർ സക്കാത്ത് നിർബന്ധമാണെങ്കിൽ മുതലാളി ആവണമെന്നില്ല എന്നർത്ഥം. എല്ലാ ഫക്കീറുമാരായിരിക്കാം, മിസ്കീന്മാരായിരിക്കാം, പക്ഷേ അന്നത്തെ രാവും പകലിനുള്ള ചെലവും ഭക്ഷണവും അതേപോലെ തന്നെ അവരുടെ താമസമൊക്കെ കഴിച്ച് കടവും കഴിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് വിറ്റാ കിട്ടണതുണ്ടെങ്കിൽ പൈസ തന്നെ സൂക്ഷിക്കണം എന്നില്ല. അവർക്കൊക്കെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണെന്നാണ് ഇസ്ലാം പറയുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന ആളുകൾക്കെല്ലാം ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നത് എത്രയാ കൊടുക്കേണ്ടത്? 1 സാഹ് ആണ് കൊടുക്കേണ്ടത്. 1 സാഹ് വെച്ചാൽ 4 മുദ്ദ് അളവാണ്. സാഹ് എന്ന് പറയുന്നത് മുദ്ദ് എന്ന് പറയുന്നതും അളവാണ്. നേരത്തെ നമ്മൾ മുദ്ദിൻ്റെത് എത്രയെന്ന് ഒരാൾ ചോദിച്ചു കണ്ടു. നേരത്തെ നമ്മൾ റൂമിൽ ചോദിച്ചിട്ടുണ്ട്. അത് കൂടെ ഇതിന്റെ മറുപടി കൂടെ എന്തെന്നാണ് മനസ്സിലാക്കിയാൽ മതി. ഒരു മുദ്ദ് എന്ന് പറയുന്നത് 800 മില്ലി ലിറ്റർ ആണ്. അപ്പോ 3200 ആണ് എന്തുണ്ടാവുക? ഒരു സാഹ് എന്ന് പറയുന്നത് ഉണ്ടാവുക. പക്ഷെ ഇന്നിപ്പോ അങ്ങനത്തെ ലിറ്ററും കണക്കൊന്നും പലപ്പോഴും ഇല്ല. നമ്മളൊക്കെ ഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ തൂക്കി കണക്കാക്കി കൊടുക്കുകയാണ് എന്ന് പറയുമ്പോൾ തൂക്കവും അളവും തമ്മിൽ പലപ്പോഴും വ്യത്യാസപ്പെടുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞു പോകാതിരിക്കാൻ ഒരു 3 കിലോ അത്ര തന്നെ ആവശ്യം ഉണ്ടാവില്ലെങ്കിലും 3 കിലോ എന്ന് കണക്കാക്കി കൊടുത്താൽ എന്ന് പറഞ്ഞാൽ ഒരു മുദ്ദ പറഞ്ഞൊരു 750 ഗ്രാം എന്ന രൂപത്തിൽ കണക്കാക്കുക. അതിന്റെ താഴെയൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷേ പലപ്പോഴും അരിയുടെ വെയിറ്റിനനുസരിച്ച് വ്യത്യാസം വരുന്നത് കൊണ്ട് കുറയണ്ട എന്നുള്ള നിലക്ക് സൂചിപ്പിക്കുകയാണ്. 3 കിലോ അരി ആണ് ഒരു സാഹ്. അപ്പൊ ഒരാൾക്ക് വേണ്ടി 1 സാഹ് കൊടുക്കണം. അത് ചെറിയവര് വലിയവര് കുട്ടികളിൽ നിന്നും വ്യത്യാസമല്ല, എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് കൊടുക്കേണ്ടത്. ഒരു തലക്ക് പെർ ഹെഡ് എന്ത് ചെയ്യണം? 1 സാഹ് എന്ന രൂപത്തിൽ കൊടുക്കൽ നിർബന്ധമാണ്. അത് കൊടുക്കേണ്ട സമയം നമ്മൾ പറഞ്ഞു. പെരുന്നാൾ രാവിന്റെ റമദാന്റെ അവസാനത്തെ സൂര്യാസ്തമയവും പെരുന്നാൾ രാവിന്റെ ആരംഭവും നടക്കുന്ന സമയത്ത് തന്നെ അത് നിർബന്ധമാണ്. ആ സമയത്ത് നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് വാസ്തവത്തിൽ ആ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട സ്ഥലം എന്നാണ് ബഹുമാനപ്പെട്ട ഫുഖഹാ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ചില സാലിഹീങ്ങളുടെ ചരിത്രത്തിലൊക്കെ ഇപ്പൊ അടുത്ത ദിവസം വായിക്കാൻ സാധിച്ചു. അവര് ഈ റമദാനിന്റെ ലാസ്റ്റ് ദിവസം പെരുന്നാളാകാൻ സാധ്യതയുള്ള ദിവസമൊക്കെ അവര് എവിടെയെങ്കിലും യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ അരി കൂടെ കൊണ്ടുപോകും. എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു സാധുവിന് അത് കൊടുക്കും. കാരണം എന്താ? അപ്പം എവിടെ വെച്ചാൽ അവിടെ കൊടുക്കേണ്ടത് എന്നല്ലേ ശരിക്കുള്ള നിയമം. അത് പരിഗണിച്ചുകൊണ്ട് ഇനി മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്താൽ തെറ്റില്ലെന്ന 2ാം കൗല് അനുസരിച്ച് മറ്റൊരു സ്ഥലത്ത് വന്നിട്ട് കൊടുത്താൽ എന്താവും? ബാധ്യത വീടാൻ അത് മതിയാകും എന്ന ഒരു സമാധാനം കൂടി കൂട്ടത്തിൽ ഞാൻ തരുന്നു. ഏതായാലും ഇരിക്കട്ടെ, പെരുന്നാളിന്റെ രാവിന് തന്നെ എന്തായി? ഫിത്ർ സക്കാത്ത് നിർബന്ധമായി. അപ്പോഴേ കൊടുക്കാം. പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പെങ്കിലും കൊടുക്കൽ സുന്നത്താണ്. ശരിയല്ലേ? പെരുന്നാൾ നിസ്കാരത്തിനേക്കാൾ പിന്തിക്കാതിരിക്കൽ സുന്നത്താണ്. ഒരു പ്രത്യേക കാരണത്തിന് വേണ്ടി അല്ലാതെ.
ഒന്നുകിൽ അടുത്തൊരു കുടുംബക്കാര്, അല്ലെങ്കിൽ അടുത്ത അയൽവാസികൾ, അത്യാവശ്യക്കാര്, അവർ വരാനുണ്ട് എങ്കിൽ സൂര്യാസ്തമയത്തിന്റെ മുമ്പ് കൊടുക്കാവുന്ന വിധത്തിൽ പിന്തിച്ചു വെക്കലും സുന്നത്താണ് അവിടെ. അല്ലാത്തപ്പോഴൊക്കെ പെരുന്നാളിന്റെ നിസ്കാരത്തിന്റെ മുമ്പ് കൊടുക്കലാണ് സുന്നത്ത്. ഇനി പെരുന്നാളിന്റെ പകലും കഴിച്ച് പിന്തിക്കൽ ഹറാമാണ്. അങ്ങനെ പിന്തിച്ചാലും അത് ഖളാ വീട്ടൽ നിർബന്ധമാണ് എന്ന് കൂടി അവിടെ നമ്മൾ മനസ്സിലാക്കുക. ഇത് ഫിത്ർ സക്കാത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പൊ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യതയുള്ള ആളുകൾ നമ്മൾ ഇവിടെ ആയിരിക്കും. നമ്മൾ കൊടുക്കേണ്ട കുറെ ആളുകൾ നാട്ടിൽ വയ്ക്കും. ആർക്ക് വേണ്ടിയാണോ കൊടുക്കുന്നതെങ്കിൽ അയാളുടെ നാട്ടിലെ സാധുക്കൾക്കാണ് ആ ഫിത്ർ സക്കാത്തിന്റെ അവകാശം. അതുകൊണ്ട് ഞാൻ എന്റെ ഭാര്യക്കും മക്കൾക്കുള്ള ഫിത്ർ സക്കാത്ത് ഇവിടെ തന്നെയാണ് കൊടുക്കാം എന്ന് പറയുന്നത് ശരിയല്ല. മറിച്ച് ഭാര്യ മക്കളും എവിടെയുള്ളത് അവരുടെ ഫിത്ർ സക്കാത്ത് അവിടെ കൊടുക്കണ്ടേ, നമ്മളെവിടെയുള്ളത് നമ്മളെ ഫിത്ർ സക്കാത്ത് ഇവിടെയാണ് കൊടുക്കേണ്ടത്, പ്രബലമായ അഭിപ്രായം അനുസരിച്ച്. ഇനി മറ്റൊരു സ്ഥലത്തേക്ക് നീക്കാമെന്ന രണ്ടാമത്തെ കൗലനുസരിച്ചാണെങ്കിൽ അത് എവിടേക്ക് മാറ്റുന്നതിനും അതിന്റെ വ്യവസ്ഥ അനുസരിച്ച് മാറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ല. എങ്കിലും അതല്ല ശരി. എവിടെയാണോ ഉള്ളതെങ്കിൽ അവിടുത്തെ സാധുക്കൾക്ക് തന്നെ കിട്ടുന്ന സ്വഭാവമാണ് സ്വീകരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അത് ഒരു മുഖ്യാഹാരമാണ്. ആരുടെ ഫിത്ർ സക്കാത്താണോ കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടിലെ മുഖ്യാഹാരമാണ് കൊടുക്കേണ്ടത്, അല്ലാതെ കൊടുക്കുന്ന ആളുടെ എന്നല്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വീട്ടിൽ നിന്ന് ആള് നമ്മൾ ചിലപ്പോൾ എന്തായിരിക്കും വേറെ ഭക്ഷണം കഴിക്കുന്ന ആളേക്കും. ആ സമയത്ത് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ട ആള് വേറെ നാട്ടിലാണെങ്കിൽ അവിടുത്തെ മുഖ്യാഹാരമാണ് പരിഗണിക്കുക എന്ന് നമ്മൾ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ വില കൊടുക്കുക എന്ന് പറയുന്നത് ഷാഫി മദ്ഹബ് അനുസരിച്ച് പറ്റില്ല. അതൊറ്റ അഭിപ്രായമേ ഷാഫി മദ്ഹബിൽ ആ വിഷയത്തിലുള്ളൂ. രണ്ടാമത്തെ ഒരു കൗലില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഫുഖഹാ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ധാന്യം തന്നെ, അരി തന്നെ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആ അരി വാങ്ങാൻ ആളില്ല എന്ന് പറഞ്ഞ് എവിടെങ്കിലും കൊണ്ടുപോയിട്ട് ഒരു 15 ഉറുപ്പ്യ ഏൽപ്പിച്ചു പോരുന്ന ഒരു ശൈലി ഈ അടുത്ത കാലത്തായിട്ട് വല്ലാതെ കൂടി വരുന്നുണ്ട്. അതൊരിക്കലും ശരിയല്ല. ആ വില കൊടുക്കാമെന്ന അഭിപ്രായമുള്ള ചില മദ്ഹബുകൾ തന്നെ ഹനഫി മദ്ഹബിലുണ്ട്. പക്ഷെ അത് തന്നെ വ്യവസ്ഥാപിതമായി കുറെ വ്യവസ്ഥകൾക്കനുസരിച്ചാണ്, അല്ല നിരുപാധികം അത് വില കൊടുക്കുക എന്നുള്ളതല്ല. അതുകൊണ്ട് അതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ആ മദ്ഹബിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ സംബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതൊന്നും സാധിക്കാത്ത സ്ഥിതിക്ക് ഒരിക്കലും തന്നെ വില കൊടുക്കൽ 15 ഉറുപ്പ്യ എവിടെയും കൊണ്ടുപോയി ഏൽപ്പിക്കുക എന്നത് മാത്രം ശരിയല്ല. അതേസമയത്ത് നമ്മുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരാളെന്ത് ചെയ്തു, വക്കാലത്താക്കി, ഒരാളെ വക്കാലത്താക്കി, അല്ലാതെ കമ്പനിനെ അല്ല. ഇപ്പൊ കമ്മിറ്റി കൂടിയിട്ട് എല്ലാവരും ഫിത്ർ സക്കാത്ത് കൂടെ പിരിച്ചെടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന അതൊക്കെ ഒരു കസർത്താണ്. അതൊരിക്കലും തന്നെ ഇസ്ലാമികമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരാൾക്ക് പൈസ കൊടുത്ത് ഏൽപ്പിക്കാം. പക്ഷേ പൈസ കൊടുത്ത് ഏൽപ്പിക്കണത് പൈസ കൊടുക്കാനല്ല, മറിച്ച് അദ്ദേഹം അരി വാങ്ങി കൊടുക്കാൻ വേണ്ടി പൈസ കൊടുത്ത് ഏൽപ്പിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ ആ നിലയ്ക്ക് ചെയ്യാവൂ. നമ്മൾ സക്കാത്ത് നിർബന്ധമായി വീടേണ്ടതാണ്. നമ്മുടെ നോമ്പിന്റെ കുറവ് പരിഹരിക്കാനും കൂടെ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കി ആ സക്കാത്തിന്റെ പുണ്യം നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.